വ്യഗ്രത കാണിക്കുന്ന വെറും ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ലേ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചെടുത്തത്. ഞാനിത് പറയുന്നതിന് എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് അത്ര നല്ല കാര്യത്തിൽ നിന്നല്ല. പിന്നെ ഇപ്പൊ നീ ആരാ? പിന്നെ കാഷ്ടമ ചുമന്നോരു കൊട്ട. പൊന്നുമോനെ, ഇപ്പൊ നീ ആരാ? വെറും കാട്ടവും ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് അല്ലേ നീ. ഇപ്പൊ നീ ആരാ? നല്ല വീതിയുള്ള കരയുള്ള മുണ്ടൊക്കെ കൊടുത്ത് എന്നെ തന്നെ ഇത്തിരി പശയുള്ള സുബയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒരിത്തിരി കതറൊക്കെ ഇട്ട് അള്ള കതറാക്കിയതായിരിക്കും. അതൊക്കെ ഇട്ടിട്ട് ഇമാതിരി അങ്ങോട്ട് നടക്കണണ്ട. ഇപ്പൊ നീ ആരാടാ? ശുചായി ചോദിക്കട്ടെ. ഞാൻ എന്റെ കഥ പറഞ്ഞ നിങ്ങളുടെ അല്ലേ? എന്റെ നല്ല വീതിയുള്ള കരയൊക്കെ കൊടുത്ത് ഇത്തിരി പശയൊക്കെ മുക്കി നീ ആരാ? അങ്ങനെ ചോദിക്കും. ഒരു മൊബൈൽ ടോയ്ലറ്റ് കഴിക്കുക, കാനാ പീന സോന ഹബിന കഴിക്കുന്നു. കുറെ മൊബൈൽ ടോയ്ലറ്റ് ആണ് നീ ഈ ജീവിക്കുമ്പോൾ. ഇനി മരിച്ചാലോ? ഭൂമിയുടെ അടുത്ത കഥ പറയട്ടെ. ഫീഹാ തമൂത്തുന, ഈ ഭൂമിയിലാണ് നമ്മൾ മരിക്കാൻ. ശുജായി ചോദിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാ പിന്നെ നീ ആരാ? റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. എടാ പൊട്ടാനാളെ മരിച്ചു കഴിഞ്ഞാ നീ ആരാ? 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി മനസ്സിൽ കിടത്തിയ പിന്നെ നിന്റെ പേര് മയ്യത്തെന്നല്ലേ? പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. എടാ പൊട്ടാ, നിന്റെ ബഹുമാനം നിനക്കാരാ ബഹുമാനിക്കുക? അഹമ്മദ് കബീർ വാക്കബി ഇങ്ങോട്ട് കടന്നു വരുമ്പോ എത്ര പേരാണ് മുസാഫഹത്ത് ചെയ്യാൻ വന്നത്? എത്ര പേരാണ് തങ്ങന്മാരെ കാണാൻ വന്നത്? സാബിക്കനീത്തങ്ങൾ വാഹനത്തിന് പറയാൻ വേണ്ടി വരുമ്പോ എത്ര പേരാണ് മുസാഫഹത്ത് ചെയ്യാൻ വരുന്നത്? എത്ര പേരാ ബഹുമാനിക്കുക? എത്രയോ ആളുകളാണ്. എത്ര ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ കാസറ്റിൽ കണ്ടതല്ലേ, നേരിൽ കാണാൻ എന്തൊരു പൂതിയാ. അതുപോലെയാണ് എനിക്ക് നിങ്ങളെ കാണാൻ എനിക്കും ആഗ്രഹമാണ്. പക്ഷേ അഹമ്മദ് കബീർ നാളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊല്ലം ജില്ലയിലുള്ള എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലെ മുമ്പിൽ കിടക്കുമ്പോ ഒന്ന് ബഹുമാനിക്കാൻ ആരാണുള്ളത്? 10,000 വകത് കേൾക്കാൻ ഒരുമിച്ച് കൂട്ടിയവനെവിടെ? സഹോദരങ്ങളെ പറഞ്ഞിട്ടുടൽക്കെന്ത് ബഹുമാനം പൊട്ട. ആ സമയത്ത് നിനക്കെന്താണ് ബഹുമാനമുള്ളത്? ഇവിടെ തടിച്ചുകൂടിയ പരാവരം പോലെ പരന്നു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആരാ നമ്മൾ ബഹുമാനിക്കാനുള്ളത്? ആരാണ് നമുക്ക് വേണ്ടി കരയാനുള്ളത്? ആരാണ് നമുക്ക് വേണ്ടി നിലവിളിക്കാനുള്ളത്? സഹോദരങ്ങള്, ഇന്നലെ രാത്രിയിൽ തിരിച്ചു പോയതാണ്. രാവിലെ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ മരിച്ചുപോയി. എപ്പോഴാ മരണമെന്നറിയോ? ഇന്നലെ ഞാൻ പുത്തനങ്ങാടി സുഗതാക്കളുടെ മക്ബറയിൽ നേർച്ചയിൽ പ്രസംഗിക്കുമ്പോ അവിടുത്തെ പ്രസിഡന്റ് കൊടിയേറ്റ് നടന്ന് അന്നത്തെ വൈകുന്നേരം ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. KT അലി സാഹിബ്, അള്ളാഹു ഖബറിടം വിശാലമാക്കട്ടെ. ആ മഹലിന്റെ പ്രസിഡന്റാണ്. അവസാനത്തെ ദിവസം ഇന്നാണ്. ഇന്ന് ബഹുമാനായ സയ്യിദ് അവറുകളുണ്ട്. പക്ഷേ ദുആയിൽ ആമീൻ പറയാൻ ആ മനുഷ്യനില്ല. ആ മനുഷ്യൻ മണ്ണിന്റെ അടിയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ സദസ്സിൽ ആമീൻ നടക്കുകയായിരിക്കാം. പൊന്നുമോനെ കൂട്ടുകാരനോട് പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ മരിച്ചുപോയി. സ്വന്തം കൂട്ടുകാരനോട് മരണവാർത്ത പറഞ്ഞ സമയത്തവന് ചോദിക്കാനുള്ളത് ഒറ്റ വാർത്തയാണ്, എപ്പോഴാണ് നടക്കുക? എപ്പോഴാണ് കുഴിച്ചിടുക? പൊന്നുമോനെ, അഹങ്കാരത്തോടെ ആരോഗ്യത്തോടെ എല്ലാം മതിച്ചമർത്തിയിട്ട് നടന്നു പോകുമ്പോ, പണത്തിന്റെ ഹുങ്ക് കാണിക്കുമ്പോ, ആരോഗ്യത്തിന്റെ ഹുങ്ക് കാണിക്കുമ്പോ, പടച്ചറപ്പിന്റെ പള്ളിയിലെ വിളി മറക്കുമ്പോ, നാളെ നീ മരിച്ചിട്ട് മരന്ന് കിടന്ന കൂട്ടുകാരൻ അറിയേണ്ടതെന്താ? എപ്പോഴാണ് നടക്കുക? വീട്ടിലിരുന്നിട്ട് മക്കള് പറയുന്നതെന്താ? 4 മണിയായി, പള്ളിയിലെ കാതിയാർക്ക് ഫോൺ വിളിക്കുന്നു, കുടി തീർന്നു. എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോയി മണ്ണിട്ട് മൂടേണ്ടതല്ലേ? ഇഷ്ടപ്പെട്ടവരെല്ലാം നട്ടപ്പാടോത്ത് കരയുന്ന സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോ ഇന്നലെ വൈകുന്നേരം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് സാഹിബിന്റെ ഹോട്ടൽ ഉദ്ഘാടനമുണ്ട്. 4 മണിക്ക് രാവിലെ സുബഹി കഴിഞ്ഞിറങ്ങി. സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 7 വയസ്സും 4 വയസ്സുമുള്ള എന്റെ പൊന്നുമക്കൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് വാഗ് പറക്കിയിട്ട് വണ്ടിയിലോട്ട് കയറുന്ന എന്റെ 2 കവിളിലും മുത്തം നിന്ന് ഉപ്പാന്ന് പറഞ്ഞ്
യാത്രയാക്കുമ്പോ എന്റെ മക്കളോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് മക്കളെ, വല്ലപ്പുഴയിൽ മകതം കിടന്നിട്ട് നാളെ രാവിലെ സുബഹിക്ക് വാങ്ങി വിളിക്കുമ്പോ പൊന്നു മക്കളെ കണ്ണ് തുറന്ന വാപ്പയടുത്തുണ്ടാകുമെന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ഫോൺ വിളിച്ചിട്ട് മക്കള് കിടന്നുറങ്ങിക്കോ, ഉപ്പ നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് സലാഹുദ്ദീൻ വൈസി വിളിച്ചപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുകയാണ് വീടിന്റെ ഉമ്മറപ്പടിയില്. ആർക്കറിയാം നാളെ അഹമ്മദ് കബീർ കൊല്ലത്തുള്ള എന്റെ വീട്ടിലെത്തുമോ, അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താകുമോ എത്തുക. മുത്തം തരാൻ കാത്തിരിക്കുന്ന മക്കൾ പോയി കാറ് പോയി പോർച്ചിൽ നിന്നാലുടനെ ഫോണ് കേട്ടാൽ ഓടി വന്നിട്ട് കയ്യും പുയ്യണം കയ്യും നീട്ടി ഉപ്പാ മിഠായി എവിടെയെന്ന് ചോദിക്കുന്ന എന്റെ പൊന്നുമക്കളോട് വാപ്പയില്ല, വാപ്പ മരിച്ചു എന്നുള്ള വാർത്തയാകുമോ? മിഠായി കാത്തിരിക്കുന്ന മക്കൾ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ആ മക്കളോട് പറയേണ്ട മക്കളെ, ഹസ്ർ മേ ഫിർ മിലേംഗെ മേരെ ദോസ്തോ, ബസ് ഗയി യേ മഖാം ആഖിരി ആഖിരി, ഹസ്ർ മേ ഫിർ മിലേംഗെ മേരെ ദോസ്തോ, ബസ് ഗയി യേ മഖാം ആഖിരി ആഖിരി. പൊന്നുമക്കളെ, ഉപ്പ പോവുകയാണ്. കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് കൊതി തീർന്നിട്ടില്ല, മുത്തം കൊടുത്ത് കൊതി തീർന്നിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വയസ്സ് 35 കഴിഞ്ഞു. എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം. അള്ളാഹു ജീവിതത്തിന്റെ തുടക്കത്തിൽ വല്ലാത്ത കഷ്ടപ്പാടാണെങ്കിലും സഹോദരങ്ങളെ ആഗ്രഹിച്ചതൊക്കെ പടച്ചിറമ്പ് കൈവെള്ളയിൽ തന്നു. പക്ഷെ എന്റെ ആഗ്രഹമല്ലേ തീർന്നിട്ടുള്ളൂ. എന്റെ ഭാര്യയോട് സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പറയാറുണ്ട്, ദുആ ചെയ്യണേ, മറക്കരുതേ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ആഗ്രഹത്തിൽ തീർന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ പൊന്നുമക്കൾ ഉപ്പ ഉമ്മ എന്ന് വിളിച്ച് അവരുടെ കൊതി തീർന്നിട്ടില്ലല്ലോ. ഈ ഉപ്പയെ വിളിച്ചിട്ട് മക്കളുടെ കൊതി തീർന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ കൊതികളൊക്കെ തീർന്നു, ആഗ്രഹങ്ങൾ അവസാനിച്ചു. പകലേ കഫൻ റോ ചുക്കി സബ് മിൽകർ മാൻ ബാപ് ഭായി ബഹൻ. സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുക. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. മരിച്ചു കിടന്നവന്റെ ആത്മകരം ചെയ്യുകയാണ്. സാധാരണ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുക. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കാണുന്നതെന്താ? എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ മക്കൾ എന്റെ ചുറ്റും നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ മക്കളെ കരച്ചിൽ കാണുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പറയണമെന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ വാപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഹൂർണീങ്ങളുള്ളത്, ഇനി എപ്പോഴേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർണ്ണത്തിന്റെ പുടവയുള്ളത്. പെങ്ങളെ, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഹൂർണീങ്ങളുള്ളത്. പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെന്നറിയോ, പറയാൻ കഴിയണമെങ്കിൽ ഞാനാകണം. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ മുഖർറബാകണം. അല്ലാഹു നമ്മളെ മുഖർറബാക്കി തരട്ടെ. ആരാ മുഖർറബ് എന്നറിയോ? ആ മുഖർറബ് മരിക്കുമ്പോഴാണ് ഭൂമി തേങ്ങിക്കരയുക. അതാണ് ആര്? അവനവ മരിക്കുമ്പോ ഭൂമിയെ കൊണ്ട് കരയിപ്പിക്കാൻ പറ്റൂ. ഇതാണ് ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത. മോനെ, മരിക്കുന്ന സമയത്ത് മലന്ന് കിടക്കാനല്ല, മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ ഭൂമി കരയണം. നമ്മളെ ഓർത്ത് കരയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻവരീൻ. ഫിറൗനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ ഭൂമി കരയും. എപ്പോഴെന്നറിയോ? ഫിറൗനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ആ സമയത്താണ് സഹാബത്ത് വന്ന്
ചോദിച്ചത് യാ റസൂലല്ലാഹ് ഹൽ തബകി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ ഒരാൾ മരിച്ചാൽ ആകാശവും ഭൂമിയും അവന് വേണ്ടി കരയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കരയും. ആർക്ക് വേണ്ടിയാണ് നബിയേ? ആകാശവും ഭൂമി കരയുന്ന ഒരു രംഗം മരണത്തിന്റെ സമയത്ത് ഈ ആകാശം കരയും, ഈ ഭൂമി കരയും. ആ രംഗം നബി തങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം.